എല്ലാവരുടെയും ഇഷ്ടങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്തൊരു വീടാണ്. ഞങ്ങളുടെ ഒരു സ്വപ്നഗ്രഹം എന്ന് തന്നെ പറയാം. 3 തലമുറയുടെ ആഗ്രഹങ്ങളാണ് ഈ വീട് വഴി സബലീകരിക്കപ്പെട്ടത്. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കൊച്ചുമക്കൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിക്കുകയും അതനുസരിച്ച് ഞങ്ങളുടെ ഇഷ്ടാനിഷ്ടാനങ്ങൾക്ക് ആഗ്രഹത്തിനനുസരിച്ച് സമയം ക്രമീകരിച്ച് എല്ലാം ഭംഗിയായി ജോജോയുടെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് പോലെയാണ് ജോജോ ഉണ്ടായിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഐഡിയ ഞങ്ങൾക്ക് പറയാൻ എക്സ്പ്രസ് ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്. നമുക്ക് അതിൻ്റെ അറിവില്ലായ്മ ഉണ്ട്. പക്ഷേ അത് നമ്മൾ കുറച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അത് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ടാണ് കാര്യങ്ങളെല്ലാം നടന്നത്. എപ്പോഴും ഒരു വീട് പണിയുന്ന കാര്യം അത്രയും വലിയൊരു ഡെസിഷൻ ഒരിക്കലും പിള്ളേരുടെ ഒന്നും അഭിപ്രായം ഒരാളും ചോദിക്കാൻ സാധ്യതയില്ല. ഒരിക്കലും അതൊന്നും അവരുടെ ഒപ്പീനിയൻ ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരും തന്നെ കണക്കാക്കാറില്ല. എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ജോജോങ്ങൾ എപ്പോഴും ഏതൊരു ഡിസിഷൻ ആയാലും അതിൽ പിള്ളേരുടെയും കൂടി അഭിപ്രായം, അവരുടെ ഒപ്പീനിയൻസ് ആവശ്യമാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ചിന്തയുള്ള ഒരാളായിരുന്നു. സ്പേസ് സ്റ്റൈൽ ഓഫീസിൽ ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് കൊണ്ടുപോയി ഓരോ മുറിയുടെയും പ്ലാൻ എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ കളർ എങ്ങനെ ആയിരിക്കണം, ഓരോന്നും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ആയി ഫിനിഷ് ചെയ്യും, ഇതെല്ലാം ഞങ്ങൾക്ക് വിശദമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതനുസരിച്ചാണ് ഓരോ മുറിയുടെയും രീതികളും കളറുകളും അലമാരകളും മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയത്. നമ്മളെപ്പോഴും കുട്ടികളുടെ ആഗ്രഹങ്ങളാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ പോകുന്നത് ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. പക്ഷേ ജോജോ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. കുട്ടികളുടെ ബെഡ്റൂമെല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരുടെ ആ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ആ ബെഡ്റൂമും അവരുടെ കബോർഡ്സും എല്ലാം ഡിസൈൻ ചെയ്യാനായിട്ട് സ്പേസ് സ്റ്റൈൽ ഡിസൈൻ സ്റ്റുഡിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ മക്കൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു റൂം എന്ന് പറയുകയാണെങ്കിൽ അത് കോർട്ട്യാർഡാണ്. അവരുടെ ലൈറ്റ്, ഫൗണ്ടൻ, അത് കാരണമാണ് എനിക്ക് ഈ കോർട്ട്യാർഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. സോഫയ്ക്ക് കളർ പിക്ക് ചെയ്യുന്നതിനകത്താണെങ്കിലും കിച്ചൺ ഗാഡ്ജറ്റ്സ് ആയാലും എല്ലാത്തിലും കുട്ടികളുടെ കൂടി അഭിപ്രായം അവർക്കും കൂടി ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ചിന്തയുള്ള ഒരാളായിരുന്നു. ഡെഫിനറ്റ്ലി മൈ ഫേവറേറ്റ് സ്പോട്ട് വുഡ് ഡെഫിനറ്റ്ലി ബി മൈ ബെഡ്റൂം. അതിനകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ ഒപ്പീനിയൻസിലും എൻ്റെ ആഗ്രഹപ്രകാരമാണ് ആ റൂം ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ദാറ്റ് വുഡ് ഡെഫിനറ്റ്ലി ബി മൈ ഫേവറേറ്റ് സ്പോട്ട്. താങ്ക് യു സ്പേസ് സ്റ്റൈൽ ഫോർ ദിസ് വണ്ടർഫുൾ പ്രൊജക്റ്റ്. അപ്പോൾ ഇതേപോലെ നമ്മളുടെ വർക്കുകളെല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ട് ചെയ്തു തന്നതിന് നമ്മൾ ഈ പീക്ക് സ്റ്റൈലിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇടപെട്ടതിലെ ഏറ്റവും നല്ലൊരു ഇൻറ്റീരിയർ ഗ്രൂപ്പാണ് സ്പേസ് സ്റ്റൈൽ. അത് ഏറ്റവും ഭംഗിയായി ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റിയതിന് സർവേശ്വരനായ ദൈവത്തോടും നന്ദിയുണ്ട്. അതേപോലെ തന്നെ സ്പേസ് സ്റ്റൈലിനും എല്ലാവിധ നന്ദിയും സന്തോഷവും. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ലേഡീസ് പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ കിച്ചണായിരിക്കും. ആ കിച്ചൺ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക്, അതായത് നമ്മൾക്ക് സാധനങ്ങളെല്ലാം എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കൈയെത്തും ദൂരത്ത് ഏതെല്ലാം സാധനങ്ങളാണോ ഏറ്റവും ഫസ്റ്റ് എടുക്കേണ്ടത് അതിനനുസരിച്ചെല്ലാം കബോർഡ്സ് എല്ലാം ഡിസൈൻ ചെയ്യാനെല്ലാം അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ചെയ്തു തന്നതിന് സ്പേസ് സ്റ്റൈൽ ഡിസൈൻസിനോട് ഏറ്റവും കൂടുതൽ സ്നേഹവും നന്ദിയും അറിയിക്കുക.